എങ്ങനെയാണ് മാസ്റ്റർ സ്റ്റോക്ക് എന്ന PC ആപ്ലിക്കേഷനിൽ ട്രേഡ് ചെയ്യുക എന്നതാണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അതിന് ആദ്യമായിട്ട് നമ്മൾ ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നിരിക്കുന്ന ID ഇവിടെ തെറ്റുകൂടാതെ എൻ്റർ ചെയ്യുക. അതിനുശേഷം പാസ്വേഡ് ഇവിടെ തെറ്റുകൂടാതെ എൻ്റർ ചെയ്യുക. ശേഷം ലോഗിൻ ആൻഡ് ടേക്ക് ഓഫ് എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പം ലോഗിൻ ചെയ്ത് ഈ ആപ്ലിക്കേഷനകത്തേക്ക് വന്നു. ഇങ്ങനെയാണ് നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഡിഫോൾട്ട് ആയിട്ട് കാണാൻ സാധിക്കുക. ഇവിടെ നമുക്ക് സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അതിനു മുകളിൽ മൗസ് വെച്ച് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഈ ഓപ്ഷൻസിൽ ഏറ്റവും മുകളിൽ നിന്ന് നാലാമത്തെ ഓപ്ഷൻ ഷോ ഓർ ഹൈഡ് സ്ക്രിപ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ട്രേഡ് ചെയ്യാൻ ഉള്ള എല്ലാ സ്ക്രിപ്റ്റുകളും ഇങ്ങനെ ഫോൾഡറിലായിട്ട് കാണാൻ സാധിക്കും. നമുക്കറിയാം ഈ ആപ്ലിക്കേഷനിൽ നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിലും ഫോറക്സ് മാർക്കറ്റിലും ക്രിപ്റ്റോ കറൻസി മാർക്കറ്റിലും ട്രേഡ് ചെയ്യാൻ സാധിക്കുമെന്ന്. ഇവിടെ ഓപ്ഷൻസ് ഏറ്റവും മുകളിൽ ബാങ്ക് നിഫ്റ്റി ഓപ്ഷൻസ് വീക്കിലി എക്സ്പയറി ആവുന്നതും അതിന് താഴെ മന്ത്ലി എക്സ്പയറി ആവുന്നതും കൊടുത്തിട്ടുണ്ട്. അതിന് താഴെ ക്രിപ്റ്റോ കറൻസി ഉണ്ട്. അതിന് താഴെ കുറച്ച് ഫോറക്സിലെ സ്ക്രിപ്റ്റുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ MCX ഉണ്ട്, MCX മിനി ഉണ്ട്. ഇങ്ങനെ നമുക്ക് ആവശ്യമായിട്ടുള്ള ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എല്ലാ സ്ക്രിപ്റ്റുകളും ഫോൾഡറിലായി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിഫ്റ്റി ഓപ്ഷൻ ആണെങ്കിൽ ഇതാ ഇവിടെ ഏറ്റവും താഴെ നിഫ്റ്റി ഓപ്ഷൻ 28 മാർച്ച് എന്ന് കാണാൻ സാധിക്കും. ഈ ഫോൾഡർ ഒന്ന് ഓപ്പൺ ചെയ്താൽ ഓപ്ഷൻ ചെയിന് നമുക്ക് കാണാൻ സാധിക്കും. ഇതാ ഓപ്ഷൻ ചെയിന്. ഈ ഓപ്ഷൻ ചെയിനിൽ നമ്മൾ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്റ്റേക്ക് പ്രൈസ് അതിനു മുകളിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ അത് നമ്മുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെയാണ് നമ്മുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുക. ഇനി ഒരു സ്ക്രിപ്റ്റ് കൂടി ആഡ് ചെയ്യാം. ഏറ്റവും മുകളിൽ ബാങ്ക് നിഫ്റ്റി 27 മാർച്ച് ഈ ഫോൾഡർ ഒന്ന് ഓപ്പൺ ചെയ്തു. ഇവിടെ 45,500 കോൾ ഓപ്ഷൻ ഇതിന് മുകളിൽ ഡബിൾ ക്ലിക്ക് ചെയ്തു. അതും നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ആഡായി. ഇത് ക്ലോസ് ചെയ്തു. ഓക്കെ, ഇങ്ങനെയാണ് വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുക. ഇനി ട്രേഡ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നാണ് കാണിക്കുന്നത്. ട്രേഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഈ സ്ക്രിപ്റ്റിന് മുകളിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഓർഡർ ഫോം കാണാൻ സാധിക്കും. ഈ ഓർഡർ ഫോമിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട്, മാർക്കറ്റ്, പെൻഡിങ് ഓർഡർ. മാർക്കറ്റ് എന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്കറിയാം മാർക്കറ്റ് പ്രൈസിലാണ് നമുക്ക് ബൈ ഓർ സെല്ല് ചെയ്യാൻ സാധിക്കുക. പെൻഡിങ് ഓർഡർ ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്കറിയാം അതിനകത്ത് ബൈ ലിമിറ്റ്, സെല്ല് ലിമിറ്റ്, ബൈ സ്റ്റോപ്പ്, സെൽ സ്റ്റോപ്പ് ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഉള്ളതായിട്ട് നമുക്കറിയാമല്ലോ. ഈ ആപ്ലിക്കേഷനകത്ത് LTPയിലല്ല നമ്മൾ ട്രേഡ് ചെയ്യുന്നത്, ബിഡ് ആസ്ക് ഈ സിസ്റ്റത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെയാണ് നമ്മുടെ ലോട്ട് സൈസ് കൊടുക്കേണ്ടത്. നമ്മൾ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എത്രയാണോ അത് കൊടുക്കേണ്ടത്. നമ്മളിപ്പോൾ നിഫ്റ്റിയുടെ ഓപ്ഷൻ ട്രേഡ് ആണ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. നിഫ്റ്റിയുടെ ഓപ്ഷൻ ട്രേഡ് ചെയ്യുമ്പോൾ ഇവിടെ 1 എന്ന് ടൈപ്പ് ചെയ്താൽ ഒരു ലോട്ട് എന്നാണ് അർത്ഥം. എന്നാൽ 0.1 എന്നിവിടെ ടൈപ്പ് ചെയ്താൽ ഒരു ലോട്ടിന്റെ 10-1 എന്നാണ് അർത്ഥം. ഇവിടെ 2 എന്ന് ടൈപ്പ് ചെയ്താൽ 2 ലോട്ട് എന്നാണ് അർത്ഥം. അപ്പോൾ ഇതിൽ ലോട്ട് സൈസ് ഇങ്ങനെയാണ് വരിക. ലോട്ട് സൈസ് നമ്മൾ സെറ്റ് ചെയ്തതിനു ശേഷം താഴെ സെല്ല് മാർക്കറ്റ് ഓർ ബൈ മാർക്കറ്റ് ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഒരു ഓർഡർ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കും. ഇനി നമ്മളിട്ട ഓർഡറുകൾ കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ പൊസിഷൻസ് കാണാൻ വേണ്ടിയിട്ട് ഏറ്റവും താഴെ ഇടതുവശത്തുള്ള ഡീൽസ് ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പൊ ഞാൻ ഈ ഓപ്ഷനിലാണ് ഉള്ളത്. ഇപ്പൊ എന്റെ ഇതിനകത്തുള്ള ഓർഡറുകൾ അല്ലെങ്കിൽ പൊസിഷൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിന്റെ തൊട്ടടുത്തുള്ള ഓർഡേഴ്സ് എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്താൽ പെൻഡിങ് ഓർഡേഴ്സ് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ പെൻഡിങ് ഓർഡർ ഒന്നുമില്ല. ഇനി അതിന്റെ തൊട്ടടുത്തുള്ള നെറ്റ് ഡീൽസ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമ്മളിപ്പം ആവറേജ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ടോട്ടൽ ഡീൽസ് എത്രയാണ്, എമൗണ്ട് എത്രയാണെന്ന് ഇവിടെ കാണിക്കും. ഇനി അതിന്റെ തൊട്ടടുത്തുള്ള ഹിസ്റ്ററി എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്താൽ
നമ്മുടെ ട്രേഡിംഗ് ഹിസ്റ്ററി കൃത്യമായി കാണാൻ സാധിക്കും. ഇപ്പോൾ ഇത് എൻ്റെ ഇന്നത്തെ ഹിസ്റ്ററിയാണ്. ഇവിടെ താഴെ 1152 രൂപ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി അലേർട്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. വിഡ്രോവൽ റിക്വസ്റ്റ്, മെയിൽ ബോക്സ്, ന്യൂസ്, ഇത്രയും ഓപ്ഷൻസ് ആണ് ഇവിടെ വരുന്നത്. ഇനി ഈ വാച്ച് ലിസ്റ്റിലേക്ക് ക്രൂഡ് ഓയിൽ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് എന്ന് കാണിക്കാം. ആദ്യം നേരത്തെ പറഞ്ഞതുപോലെ സ്ക്രിപ്റ്റിന് മുകളിൽ മൗസ് വെച്ച് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഷോ ഹൈഡ് സ്ക്രിപ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്രൂഡ് ഓയിൽ ഉള്ളത് MCX-ലാണ്. MCX മിനി ഉണ്ട്, MCX ഉണ്ട്. ഓക്കെ, MCX-ലാണ് ക്രൂഡ് ഓയിൽ ഉള്ളത്. അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ക്രൂഡ് ഓയിൽ MCX ഏപ്രിൽ എന്ന് കാണുന്നുണ്ട്. അതിന്റെ മുകളിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് ക്രൂഡ് ഓയിൽ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ സാധിക്കും. ഇതാണ് ക്രൂഡ് ഓയിൽ. ഓക്കെ, ഈ ക്രൂഡ് ഓയിലിന്റെ മുകളിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഓർഡർ ഫോം കാണാൻ സാധിക്കും. അവിടെ മാർക്കറ്റ്, പെൻഡിങ് ഓർഡർ എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ക്രൂഡ് ഓയിലിന്റെ കേസിൽ നമ്മൾ 1 എന്ന് ഇവിടെ ടൈപ്പ് ചെയ്തിട്ടാൽ 1 ലോട്ട് ആകുന്നു. 1 ലോട്ട് എന്ന് വെച്ചാൽ 100 ബാരൽ നമുക്കറിയാമല്ലോ. ഇവിടെ 0.1 എന്നിട്ടാൽ 1 ലോട്ടിന്റെ 10-1. ഇനി ഇതിനകത്ത് ചാർട്ട് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുക എന്നതാണ് കാണിക്കുന്നത്. അതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ക്രിപ്റ്റിന് മുകളിൽ മൗസ് വെച്ച് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് കാണും. ഇതിൽ ഏറ്റവും മുകളിൽ നിന്ന് താഴോട്ട് 5ാമത്തെ ഓപ്ഷനാണ് ന്യൂ ചാർട്ട് വിൻഡോ. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതിലെ ചാർട്ട് ലോഡ് ആവാൻ കുറച്ച് സമയമെടുക്കും. ക്ഷമയോടുകൂടി കാത്തിരിക്കാം. ഇപ്പൊ നമ്മൾ ഇതിനകത്ത് ചാർട്ട് എടുത്തു. ഈ ചാർട്ട് നമുക്ക് വലുതാക്കണമെങ്കിൽ, വലിയ സ്ക്രീനിലാക്കണമെങ്കിൽ ഏറ്റവും മുകളിൽ വലതുവശത്ത് കാണുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഫുൾ സ്ക്രീൻ. ഇവ നമുക്കിങ്ങനെ ഫുൾ സ്ക്രീനിൽ കാണാൻ സാധിക്കും. ഇനി ഫുൾ സ്ക്രീൻ ഒഴിവാക്കണമെങ്കിൽ എസ്കേപ്പ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നമുക്കിവിടെ ചാർട്ടിൽ നിന്ന് തന്നെ നമുക്ക് ബൈയും സെല്ലും ചെയ്യാൻ സാധിക്കും. നമ്മൾ ഇട്ട ഓർഡറുകൾ എങ്ങനെയാണ് എക്സിറ്റ് ആക്കുക അല്ലെങ്കിൽ എങ്ങനെയാണ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക എന്നതാണ് കാണിക്കുന്നത്. നമ്മൾ എക്സിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഓർഡർ, അതിന്റെ ഇടതുവശത്ത് ഇങ്ങനെ ഒരു ബോക്സ് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം മൗസ് വെച്ച് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഏറ്റവും മുകളിൽ നിന്ന് 2ാമത്തെ ഓപ്ഷനായ ക്ലോസ് ചെക്കഡ് പൊസിഷൻ എന്ന് കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്താൽ മതി. അതിന്റെ മുകളിലുള്ള ഓപ്ഷൻ പ്രൈസ് ആൻഡ് SL ആൻഡ് TP ആണ്. അതായത് നമുക്ക് സ്റ്റോപ്പ് ലോസും ടാർഗറ്റും വെക്കാനുള്ള ഓപ്ഷനാണ്. അപ്പൊ ഇതിനകത്ത് ആവശ്യമായിട്ടുള്ള എല്ലാ ഓപ്ഷനും അവൈലബിൾ ആണ്. ഇനി നമ്മുടെ ആപ്ലിക്കേഷന്റെ സെറ്റിംഗ്സ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ അത് പഴയ രീതിയിലേക്ക് ആക്കാൻ വേണ്ടി എന്താണ് ചെയ്യുക? അതിന് ഏറ്റവും മുകളിൽ വലതുവശത്ത് കാണുന്ന ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിതാ ഇങ്ങനെ കാണാൻ സാധിക്കും. ഡിഫോൾട്ട് ഇന്റർഫേസ്, സേവ് ഡിഫോൾട്ട് ഇന്റർഫേസ്, ഇങ്ങനെ 2 ഓപ്ഷൻ കാണാൻ പറ്റും. ഇവിടെ ഡിഫോൾട്ട് ഇന്റർഫേസ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. നമ്മുടെ ആപ്ലിക്കേഷൻ പഴയ പോലെയാകും. കണ്ടോ, പഴയ പോലെയായി. ഇപ്പൊ ന്യൂസ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻസ് ആണുള്ളത്. അത് ഓപ്ഷൻസ് മാറ്റി നമ്മളെ ഡീൽസ് എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഡീൽസ് കാണാൻ സാധിക്കും.